ഒരു ഗെയിം ഓഫ് ത്രോൺസ് ഫാൻ ആണെങ്കിൽ ഹൗസ് സ്റ്റാർക്കിലെ ഓമനകളായ ഡയർ വുൾഫുകളെ അറിയാതിരിക്കില്ല. വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള ചെന്നായ കുഞ്ഞുങ്ങൾ. 12500 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ഇവയെ ശാസ്ത്രജ്ഞർ പുനഃസൃഷ്ടിച്ച വാർത്ത പുറത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇതിനെ ചൊല്ലി വലിയ വിവാദങ്ങളാണ് ഇതിനകം തന്നെ ഉടലെടുത്തിരിക്കുന്നത്. ഡയർ വുൾഫുകൾ പുനഃസൃഷ്ടിക്കപ്പെട്ടില്ല എന്ന വാദം തന്നെയാണ് ഇതിന് അടിസ്ഥാനം. ഈ ആരോപണങ്ങൾ തുടക്കം മുതലേ ഉണ്ടെങ്കിലും ഇതിപ്പോൾ പുതിയ തലത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രീയ വശങ്ങൾ ഉയർത്തി ഇതിനെ സാധൂകരിക്കുകയാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ. അമേരിക്കൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് കമ്പനിയായ കൊളോസൽ ബയോസയൻസ് ആണ് ഡയർ വുൾഫുകളെ പുനർജീവിപ്പിച്ചത്. തങ്ങൾ ഈ ശാസ്ത്ര നേട്ടം കൈവരിച്ചു എന്നറിയിച്ച് ഏപ്രിൽ 7-നാണ് അവർ രംഗത്തെത്തിയത്. ഡയർ വുൾഫിന്റെ ഫോസിലിൽ നിന്ന് DNA ശേഖരിക്കുകയാണ് ഇതിനായി സംഘം ആദ്യം നടത്തിയ നീക്കം. 72,000 വർഷം പഴക്കമുള്ള ഒരു ഫോസിലിൽ നിന്ന് ചെവിയുടെ ഒരു എല്ലും 13,000 കൊല്ലം പഴക്കമുള്ള ഫോസിലിൽ നിന്ന് ഒരു പല്ലും ഇതിനായി അവർ ശേഖരിച്ചു. ഇവയിൽ നിന്ന് വേർപെടുത്തിയ DNA കൂട്ടിയോജിപ്പിച്ച് ജീനോം പഠനത്തിന് വിധേയമാക്കി. ജീവജാലങ്ങളുടെ ശരീര വളർച്ചയും ഘടനയും ഒക്കെ നിർണ്ണയിക്കുന്ന DNAയുടെ കൂട്ടത്തെയാണ് ജീനോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ജീവിയുടെ എല്ലാ ജനിതക വിവരങ്ങളെയും ഒരുമിച്ച് ജീനോം എന്ന് വിളിക്കാം. ഈ ജീനോം ഗ്രേ വുൾഫ് എന്ന മറ്റൊരു വിഭാഗം ചെന്നായ്ക്കളുടേതുമായി താരതമ്യം ചെയ്ത് പഠനം നടത്തുകയാണ് സംഘം പിന്നീട് ചെയ്തത്. ജീവിച്ചിരിക്കുന്നവയിൽ ഡയർ വുൾഫിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായി കരുതപ്പെടുന്നവരാണ് ഗ്രേ വുൾഫുകൾ. പക്ഷേ ഇവയുടെ ജീനുകളിൽ നിന്ന് ഡയർ വുൾഫിന്റെ ജീനുകൾക്ക് പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. 14 ജീനുകളിലായി 20-ലധികം മാറ്റങ്ങൾ വരുത്തിയാലേ ഡയർ വുൾഫുകളുടേതിന് നേരിയ സാമ്യമെങ്കിലും ഇവയ്ക്കുണ്ടാകും. ഡയർ വുൾഫുകളുടെ വലിപ്പം, അവയുടെ തൊലി, തലയെടുപ്പ്, വലിയ പല്ലുകൾ എന്നിവയെല്ലാം നിർണ്ണയിക്കുന്ന ജീനുകളായിരുന്നു ഈ 14 എണ്ണവും. ഈ സവിശേഷതകൾ ലഭിക്കാനായി ഗ്രേ വുൾഫിൽ നിന്ന് ശേഖരിച്ച ജീനുകൾ ശാസ്ത്രജ്ഞർ എഡിറ്റ് ചെയ്തു. പിന്നീടാണ് ഇവ ക്ലോണിങ്ങിന് അയക്കുന്നത്. ക്ലോണിങ്ങിലൂടെ ലഭിച്ച ഭ്രൂണം ഒരുതരം വേട്ട നായ്ക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് ഡയർ വുൾഫുകൾക്ക് സമാനമായ ചെന്നായ് കുഞ്ഞുങ്ങളെ പുനഃസൃഷ്ടിച്ചു. ഇതാണ് കൊളോസൽ നടത്തിയ പരീക്ഷണം. എന്നാൽ ഇങ്ങനെ സൃഷ്ടിച്ച ചെന്നായ് കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥ ഡയർ വുൾഫുമായി ഒരു ബന്ധവുമില്ലെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ ചെന്നായ്ക്കുട്ടികളുടെ DNA ഗ്രേ വുൾഫുകളുടേതിന് സമാനമാണെന്നും കൊളോസൽ സൃഷ്ടിച്ചത് കുറച്ച് മോടി പിടിപ്പിച്ച ഗ്രേ വുൾഫുകളെ തന്നെയാണെന്നുമാണ് വിമർശനം. ഡയർ വുൾഫുകളെ പുനഃസൃഷ്ടിച്ചു എന്നതിന് പകരം ജനിതകപരമായി മാറ്റം വരുത്തിയ ചെന്നായ്ക്കളെ പുനഃസൃഷ്ടിച്ചു എന്നാണ് കൊളോസൽ പറയേണ്ടിയിരുന്നത് എന്നാണ് ന്യൂയോർക്കിലെ കോർണൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആഡം ബോയ്കോ പറയുന്നത്. വംശനാശം സംഭവിച്ച ജീവികൾക്ക് സമാനമായ ജീവികളെ സൃഷ്ടിക്കുന്നതും അവയെ പുനർജീവിപ്പിക്കുന്നതും രണ്ടാണെന്നാണ് ബഫലോ യൂണിവേഴ്സിറ്റിയിലെ ബയോളജിസ്റ്റ് വിൻസെന്റ് ലിഞ്ചും ചൂണ്ടിക്കാട്ടുന്നത്. ആഫ്രിക്കൻ ജാക്കൽ എന്ന ഒരുതരം കുറുക്കന്മാർക്ക് നിലവിലെ ഡയർ വുൾഫുകളേക്കാൾ യഥാർത്ഥ ഡയർ വുൾഫുകളുമായി സാമ്യമുണ്ടെന്നായിരുന്നു ഒട്ടാഗോ യൂണിവേഴ്സിറ്റിയിലെ സുവോളജി പ്രൊഫസർ ഫിലിപ്പ് സെഡന്റെ പരിഹാസം. പുതിയ ഡയർ വുൾഫുകളെ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ പെടുത്താനാവില്ലെന്ന് തറപ്പിച്ചു പറയുന്നു മിനസോട്ട യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡേവിഡ് മെക്. പക്ഷേ എന്ത് തന്നെ ആയാലും തങ്ങളുടെ നേട്ടത്തെ തള്ളി പറയുന്നവർക്കൊന്നും കാതുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കൊളോസൽ. 2028ഓടെ മാമത്തിനെ തിരിച്ചു കൊണ്ടുവരാനാണ് കമ്പനിയുടെ പുതിയ തീരുമാനം. ഇതിനുള്ള പരീക്ഷണം ഉടൻ തുടങ്ങുമെന്നാണ് CEO ബെൻ ലാം അറിയിക്കുന്നത്. ഇതുകൂടാതെ നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന റെഡ് വുൾഫ് എന്ന ഇനം ചെന്നായ്ക്കളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചിട്ടുമുണ്ട് കൊളോസൽ. ഇതൊക്കെയാണെങ്കിലും പുതുതായി സൃഷ്ടിച്ച ചെന്നായ് കുഞ്ഞുങ്ങളെ വളരെ കരുതലോടെയാണ് കൊളോസൽ കൊണ്ടു നടക്കുന്നത്. 2000 ഏക്കറിൽ വലിയൊരു വേലിയൊക്കെ കെട്ടി ഇവയ്ക്ക് സ്വൈര്യ വിഹാരം നടത്താൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് കമ്പനി. ഈ സ്ഥലം എവിടെയാണെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും റോമുലസ്, റീമസ്, ഖലീസി എന്നീ ചെന്നായ് കുഞ്ഞുങ്ങൾ ശാസ്ത്രജ്ഞരുടെ ഓമനകളായി തന്നെ വളരുകയാണെന്നാണ് വിവരം. ആൺ ചെന്നായ്ക്കളാണ് 6 മാസം പ്രായമുള്ള റോമുലസും റീമസും. കൂട്ടത്തിലെ പ്രിൻസസ് ആണ് 3 മാസം പ്രായമുള്ള ഖലീസി.